നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകൾക്ക് ഉടൻ നാണക്കേട് തോന്നിത്തുടങ്ങുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയിൽ കടുത്ത വിയോജിപ്പുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓരോ കുട്ടിയെയും ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതുണ്ടെന്നും അത് ലോകത്തോട് മത്സരിക്കുന്ന ഓരോ കുട്ടിക്കും തുല്യ അവസരം നൽകുന്ന ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണെന്നും അദ്ദേഹം എക്സ്പോസിൽ പറഞ്ഞു. ദരിദ്രരെ ഈ ഭാഷ പഠിപ്പിക്കാൻ BJPയും RSSും ആഗ്രഹിക്കുന്നില്ലെന്നും കാരണം അത് ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ ശക്തിപ്പെടുത്തുമെന്നും എന്നാൽ ഇന്ത്യയിലേക്ക് ഓരോ ഭാഷയ്ക്കും ആത്മാവും സംസ്കാരവും അറിവും ഉണ്ടെന്നും അത് പൊന്നുപോലെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. ഇംഗ്ലീഷ് ഒരു അണക്കെട്ടല്ല, അതൊരു പാലമാണെന്നും ഇംഗ്ലീഷ് നാണക്കേടല്ല, അതൊരു ശക്തിയാണെന്നും ഇംഗ്ലീഷ് ഒരു ചങ്ങലയല്ല, ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ഉപകരണമാണെന്നും ഇന്നത്തെ ലോകത്ത് ഇംഗ്ലീഷ് നിങ്ങളുടെ മാതൃഭാഷ പോലെ പ്രധാനമാണെന്നും കാരണം അത് തൊഴിൽ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം തികച്ചും അപലപനീയമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നോ താഴ്ന്നോ അല്ല, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷ് ഒരു അന്താരാഷ്ട്ര ഭാഷ എന്ന നിലയിൽ അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രധാന ഉപാധിയാണ്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമാവുകയേ ഉള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. മലക്കപ്പുറ വാൽപ്പാറയിൽ വീടിന് മുന്നിൽ കളിക്കുകയായിരുന്ന ഝാർഖണ്ഡ് സ്വദേശിയായ 4 വയസ്സുകാരിയെ പുലി പിടിച്ചു. തേയിലത്തോട്ടത്തിൽ നിന്നും എത്തിയ പുലി വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റ് തെക്ക് ഡിവിഷനിലെ തോട്ടം തൊഴിലാളി ഝാർഖണ്ഡ് സ്വദേശിയായ മനോജ് കുന്ദയുടെ മകൾ റുസിനിയെയാണ് ആക്രമിച്ചത്. സമീപത്ത് തേയില നുള്ളിയിരുന്ന തൊഴിലാളികൾ ബഹളം വെച്ചെങ്കിലും പുലി കുട്ടിയുമായി തോട്ടത്തിലേക്ക് മറഞ്ഞു. പ്രദേശവാസികൾ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിഭാഗത്തിൽ സർക്കാർ ഗവർണർ പോര് മുറുകുന്നതിനിടെ നിയമ നടപടിക്കും നീക്കം. രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ. കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ചിത്രം വയ്ക്കുന്നതിനെ നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം. നിയമസാധുത പരിശോധിക്കാൻ സർക്കാർ നിയമവകുപ്പിന്റെ നിലപാട് തേടി. നിയമപരിശോധനയ്ക്ക് ശേഷം സർക്കാർ നിലപാട് രാജ്ഭവനെ അറിയിക്കും. ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് മുന്നറിയിപ്പ് നൽകി സസ്പെൻഷനിലായ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വിവരാവകാശ പ്രകാരം തനിക്ക് ലഭിച്ചുവെന്നും ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആരെ തിരുത്തിയെന്നും പുറത്തുവരുമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. തിരിവാക്കി എതിർവില്ലാത്ത വിധം ചീഫ് സെക്രട്ടറി K. ജയതിലകന് ആരാണ് ഇത്രയധികം അധികാരങ്ങൾ നൽകിയെന്നും പ്രശാന്ത് ചോദിക്കുന്നുമുണ്ട്. ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു. UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. വിദേശകാര്യ പാർലമെന്റ് സമിതി അധ്യക്ഷ നിലയിലാണ് 2 ആഴ്ചയോളം നീളുന്ന പര്യടനം. നയതന്ത്രതല കൂടിക്കാഴ്ചകളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി അറിയാതെയാണ് തരൂരിന്റെ യാത്ര. ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തോട് അനുമതി നേടിയിട്ടില്ലെന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. MG രാജമാണിക്യത്തെ ദുരന്ത നിവാരണ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായും K. ഹിമയെ സിവിൽ സപ്ലൈസ് വകുപ്പ് കമ്മീഷണറായും നിയമിച്ചു. ഡോക്ടർ വിനയ് ഗോയലിന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും മുഹമ്മദ് ഷെഫീഖിന് കേരള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഡീഷണൽ ഡയറക്ടറുടെ അധിക ചുമതലയും നൽകി. കണ്ണൂരിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരമാവുന്നു. തെരുവുനായ്ക്കളെ പാർപ്പിക്കാനായ നഗരത്തിൽ 3 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോർപ്പറേഷൻ പരിധിയിൽ 2 എണ്ണവും കണ്ടോൺമെന്റ് പരിധിയിൽ 1 നിർമ്മിക്കുക. 2 ദിവസത്തിൽ ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിച്ച് ഗുണം ചെയ്തെന്നും ഇതിലൂടെ പാർട്ടി വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്നുമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ വിലയിരുത്തൽ. മതനിരപേക്ഷ ചിന്തയുള്ള സംഘടനകൾ ഇടതുമുന്നണിക്കൊപ്പം നിന്നെന്നും വിലയിരുത്തലുമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ ഇന്നും അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ. കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളും പൊതുവഴികളും വെള്ളക്കെട്ട് ഉള്ളതിനാൽ ആണ് അവധി പ്രഖ്യാപിച്ചത്. 8 വയസ്സുകാരൻ നൽകിയ ഗുളികയ്ക്കുള്ളിൽ ലോകകഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. മണ്ണാർക്കാട് നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 8 വയസ്സുകാരൻ നൽകിയ ഗുളികയിലാണ് ലോകകഷ്ണം കണ്ടെത്തിയത്. മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാ നടപടി സ്വീകരിച്ചത്. ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമപുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ്. വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും
വൈ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. കൊട്ടാരക്കലുണ്ടായ അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. അടൂർ എയർ ക്യാമ്പിലെ SI സാബുവാണ് മരിച്ചത്. കൊല്ലം കടക്കൽ സ്വദേശിയാണ് ഇദ്ദേഹം. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പൊലിക്കോട് ആനാടാണ് അപകടം നടന്നത്. സാബു സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ സ്വദേശിനി രേണുകയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സാനുക്കുട്ടൻ ഒളിവിലാണ്. കത്രി ഉപയോഗിച്ചാണ് ഭാര്യയെ സാനുക്കുട്ടൻ കുത്തി കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചനകൾ. കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പിൻഭാഗത്ത് കൂടി കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒഡീഷ കട്മതൽ സ്വദേശി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എറണാകുളം കുറുപ്പുംപടിയിലെ ഫ്ലൈവുഡ് ഫാക്ടറിയിലാണ് സംഭവം ഉണ്ടായത്. യുവാവിന്റെ ആന്തരികാവയവങ്ങൾക്കും പരിക്കേറ്റു. സഹപ്രവർത്തകരായ ഒഡീഷ സ്വദേശികളായ പ്രശാന്ത് ബെഹ്റ, ബയാങ് സിംഗ് എന്നിവരെ പോലീസ് കൂടി ഇരുവരും റിമാൻഡിലാണ്. അഹമ്മദാബാദ് വിമാനത്തിൽ കൊല്ലപ്പെട്ട 221 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ഗുജറാത്ത് ആരോഗ്യവകുപ്പ്. അപകടത്തിൽപ്പെട്ട കൊല്ലാളി നഴ്സിത രഞ്ജിത ഗോമർ ഉൾപ്പെടെ 40-ലധികം പേരുടെ DNA പരിശോധന ഫലം ഇനിയും പുറത്തുവരാനുണ്ട്. എയർബസ് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA താക്കീത് നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ പുറത്തുവരുന്നു. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി മഷ്ഹദിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തി. 290 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ഏറെയും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. അഷ്ഗാബാദിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടെയും മൂന്നാമത്തെ വിമാനം ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെത്തും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 1000-ഓളം ഇന്ത്യക്കാരെ 3 പ്രത്യേക വിമാനങ്ങളിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. മുംബൈയിൽ മലയാളി ദമ്പതികൾക്ക് ബൈക്കപകടത്തിൽ ദാരുണാന്ത്യം. ചെങ്ങന്നൂർ സ്വദേശികളായ വിനോദ് പിള്ള, ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ വന്ന കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് എയർ ഇന്ത്യക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. എയർ ഇന്ത്യയുടെ 3 എയർബസ് വിമാനങ്ങളുടെ അടിയന്തര സംവിധാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാതെ സർവീസ് തുടരുന്നത് സംബന്ധിച്ചാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകിയെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വന്ദേഭാരത് എക്സ്പ്രസിൽ കയറിയ BJP MLAയ്ക്ക് വേണ്ടി സൈഡ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ യാത്രക്കാരന് BJP പ്രവർത്തകരുടെ വകത്തല്ല്. ദില്ലിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് പോകുകയായിരുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ഝാൻസി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവമെന്ന് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും പാസ്പോർട്ട് അപേക്ഷയിൽ ഭർത്താവിന്റെ ഒപ്പ് നിർബന്ധമല്ലെന്നും മദ്രാസ് ഹൈക്കോടതി. ഭർത്താവുമായി അകന്നു കഴിയുന്ന ചെന്നൈ സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡ വരെ വന്ന സ്ഥിതിക്ക് അമേരിക്കയിലേക്ക് വന്നുകൂടെ എന്നാണ് ട്രംപ് ചോദിച്ചത്. എന്നാൽ താൻ വിനയാന്യതനായി ക്ഷണം നിരസിക്കുകയായിരുന്നുവെന്ന് മോദി പറഞ്ഞു. എയർ ഇന്ത്യയുടെ പൂനെയിൽ നിന്നുള്ള ദില്ലിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനം റദ്ദാക്കി. ദില്ലിയിൽ നിന്നുള്ള ഇൻബൗണ്ട് യാത്രയിൽ വിമാനത്തിൽ പക്ഷിയിടിച്ചു. വിമാനം പൂനെയിൽ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷമാണ് പക്ഷിയിടിച്ചായ ശ്രദ്ധയിൽപ്പെട്ടത്. ദില്ലിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഇത്. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദില്ലി സ്വദേശി താനിയ ത്യാഗി എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാജ്യവുമായി നിരോധനം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകാൻ ഓസ്ട്രേലിയ ഒരുങ്ങുന്നു. പ്രായം ഉറപ്പാക്കുന്ന സാങ്കേതികവിദ്യ ഫലപ്രദമായും സ്വകാര്യമായും പ്രവർത്തിക്കുമെന്ന് ഒരു പ്രധാന സർക്കാർ പിന്തുണയുള്ള ട്രയലിൽ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞത്. 40 ഷെൻ യാങ് ജെ 35 അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ചൈന പാകിസ്ഥാൻ നൽകുമെന്ന് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.